ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ എന്തുകൊണ്ട് അബ്രോഡ് MBBS എന്ന ടോപ്പിക്കിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോയിൽ വിദേശത്ത് പോയി MBBS പഠിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട NMC റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, NMC അഥവാ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2021 നവംബർ മാസം 18-ാം തീയതി NMC പുതുതായി ഒരു ഗസറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്നത് മിനിമം 54 മാസം MBBS പഠിച്ചിട്ടുണ്ടാവണം. മീഡിയം ഓഫ് ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ ആയിരിക്കുകയും വേണം. NMC ലിസ്റ്റ് ചെയ്തിട്ടുള്ള സബ്ജക്ട്സ് കൃത്യമായി പഠിച്ചിരിക്കണം. അതുപോലെ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കമ്പൽസറി ഇന്റേൺഷിപ്പും 1 ഇയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അടുത്തതായി പറയുന്നത് ഏത് രാജ്യത്താണോ പഠിക്കുന്നത് ആ രാജ്യത്തെ റെഗുലേറ്റർ ബോഡിയിൽ രജിസ്റ്റർ ചെയ്യുകയോ ഇൻഡിപെൻഡന്റ് ആയി മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസും നേടിയിരിക്കണം. ആ നേടുന്ന ലൈസൻസ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആ രാജ്യത്തെ മെഡിക്കൽ സ്റ്റുഡൻസിന് ലഭിക്കുന്ന രജിസ്ട്രേഷനും ലൈസൻസിനും തുല്യമാവുകയും വേണം. മുകളിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങളൊക്കെ മിക്ക കൺട്രീസും ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ രജിസ്ട്രേഷനും അതുപോലെ ലൈസൻസുമായി ബന്ധപ്പെട്ട നിയമം എല്ലാ കൺട്രീസും ഫോളോ ചെയ്യുന്ന ഒന്നല്ല. സ്റ്റുഡൻസ് പ്രത്യേകം അത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദ നെക്സ്റ്റ് വൺ, ഒരു സ്റ്റുഡൻറ് എന്നു മുതലാണോ MBBSന് ജോയിൻ ചെയ്യുന്നത് അന്ന് മുതൽ കൃത്യം 10 വർഷത്തിനുള്ളിൽ തന്നെ നെക്സ്റ്റ് എക്സാം എഴുതി പാസ്സാകേണ്ടതായിട്ടുണ്ട്. ഇല്ല എങ്കിൽ ഇന്ത്യയിൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ NMCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൃത്യമായി മീറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയിൽ മാത്രം MBBS പഠിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. NMC നിയമങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും വിദേശ MBBSുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീണ്ടും മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലൂടെ കാണുന്നതുവരെ ബൈ.